വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ നോർമൽ പുട്ടൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു അതൊരു സ്റ്റഫ്ഡ് പുട്ടാവട്ടെ എന്ന്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പുട്ടാണ് ഇന്നത്തെ ഐറ്റം. നമ്മൾ പൊതുവേ സ്റ്റഫ്ഡ് പുട്ടൊക്കെ പുറത്ത് പോയിട്ടല്ലേ കഴിക്കുക, ദേ പുട്ടിലും അവിടെയും ഇവിടെയൊക്കെ. അപ്പോൾ ഒരു വെജിറ്റേറിയൻ വേർഷനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അടിപൊളി കടലക്കറിയും സ്റ്റഫ്ഡ് പുട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം കടലക്കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് പാനിലേക്ക്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകൊക്കെ നല്ലവണ്ണം പൊട്ടണം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ചുവന്ന മുളക് കീറിയത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തതും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അതിട്ടാലും മതി. ഇത് ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ഉണ്ടെങ്കിൽ കടലയ്ക്ക് വല്ല ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കാനും നല്ലൊരു ഫ്ലേവർ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാവണം, പക്ഷെ അപ്പത്തിന് വറക്കുന്ന അത്രയും ഗോൾഡൻ കളർ ആവണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ഗോൾഡനിഷ് ആയാൽ മതി. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. സവാള ചോപ്പ് ചെയ്തത്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ സൂപ്പർ ആവട്ടോ, നല്ലൊരു ഫ്ലേവർ, കുറച്ചും കൂടി ഫ്ലേവർ കൂടും. ഇത് നന്നായി ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കടലയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 2 പച്ചമുളകും. ഇത് നല്ല ഗോൾഡൻ കളർ ആവണവരെ വഴറ്റണം. ഇത് ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ഭയങ്കര സൂപ്പർ ടേസ്റ്റിംഗ് കോമ്പിനേഷൻ ആണ്. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഇത്തിരി ഗ്രേവി അരച്ചെടുക്കാം. ഗ്രേവിക്കായിട്ട് ഒരു 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ബ്ലെൻഡറിൽ കൊള്ളുന്നത്ര തേങ്ങ എടുത്തിട്ടുള്ളൂ, നിറച്ച് വേണ്ട കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആവരുത് കേട്ടോ, കുറച്ചൊന്ന് തരിയുള്ള രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പൊ ദാ നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് ഇതിലിടുന്നത്. ഇത് നന്നായിട്ട് ഉള്ളിയിലും ഇതിലും മിക്സ് ആവുന്നവരെ നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച ആ തേങ്ങയുടെ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളത്തോടു കൂടിയല്ല ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ഈ കടലക്കറി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് കടല വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. സ്റ്റഫ് ചെയ്യാനാണെങ്കിൽ ഇതിലധികം വെള്ളമില്ലാതെ വേണം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിതൊരു സെമി ഗ്രേവി ടൈപ്പിൽ ഇങ്ങനത്തെ ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റും മണമൊക്കെ അവിടെ വരുന്നുണ്ട് നല്ലവണ്ണം. അങ്ങനെ നമ്മുടെ കടലക്കറി സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പം ഇനി നമുക്ക് സ്റ്റഫിങ് റെഡിയാക്കാം. സ്റ്റഫിങ്ങിനായിട്ട് ഞാനിന്ന് ഗോതമ്പ് പുട്ടുപൊടിയാണ് നനച്ചെടുത്തിരിക്കുന്നത്. ഏത് പുട്ടുപൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കടലക്കറി, പിന്നെ കുറച്ച് തേങ്ങ. അതുപോലെ തന്നെ സ്റ്റഫ്ഡ് പുട്ട് ഉണ്ടാക്കാൻ ഏറ്റവും നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ചിരട്ടപ്പുട്ട് മേക്കറാണ് കേട്ടോ. അപ്പം നമുക്ക് ആവി പെട്ടെന്ന് തന്നെ ഈ പുട്ട് കുക്കായി കിട്ടും. സാധാരണ പുട്ടിൻ്റെ കുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുക്കാവാൻ ഒരുപാട് ടൈം എടുക്കുന്ന പോലെ തന്നെയും വേവാൻ ബുദ്ധിമുട്ടാവുന്ന മാതിരി തോന്നി. അപ്പം അടിയിലത്തെ ലെയറിൽ നമ്മൾ പുട്ടുപൊടിയാണ് ഇടുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കടലക്കറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും അമർത്തി വെച്ച് വെക്കരുത് കേട്ടോ. ഒരിക്കലും സ്റ്റഫിംഗ് ഒന്നും അമർത്തരുത് പുട്ട്, അപ്പൊ വേവില്ല. അതുപോലെ തന്നെ ഈ ഒരുപാട് ഗ്രേവി ഉള്ള കറി കൊണ്ട് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് കട്ടിയായി പോവും, കുക്കാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സെമി ഗ്രേവി ആയിട്ട് വളരെ കുറച്ച് ഡ്രൈയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറികൾ മാത്രമേ സ്റ്റഫ് ചെയ്യാൻ നന്നാവുള്ളൂ. ഇതിപ്പോൾ നമ്മളതിനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിതിൽ കുക്ക് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് സാധാരണ പുട്ടിനേക്കാൾ കുറച്ചും കൂടി ടൈം എടുക്കും കുക്കായി കിട്ടാനായിട്ട് കേട്ടോ, ഉള്ളിൽ കടലേക്ക് ഉള്ളത് കൊണ്ട്. അപ്പം ഇത് നന്നായി കുക്കായിട്ടുണ്ട്. നമ്മുടെ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കാൻ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അത്ര പെട്ടെന്നൊന്നും കുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുക്കായി കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് നമുക്ക് എടുക്കാം. സൂപ്പറായിട്ട് കണ്ടോ, സ്റ്റഫിങ് ഒക്കെ ആയിട്ട് സൂപ്പർ. ആ കടലടിയും തേങ്ങാക്കുത്തിൻ്റെയും ഒക്കെ കൂടി നല്ലൊരു ഫ്ലേവറും മണവും വരുന്നുണ്ട്.
ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ആ കടലക്കറിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കടലക്കറിയിൽ കുറച്ച് കടലക്കറി കട്ടിയായിട്ടും കുറച്ച് നമുക്ക് വെള്ളത്തോടു കൂടിയും ഉണ്ടാക്കിയിട്ട് ആ ഗ്രേവി ഇതിന് മുകളിലൂടെയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കടലക്കറിയും സ്റ്റഫ്ഡ് പുട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ പുട്ടും കടലയും സെപ്പറേറ്റ് ആയി കഴിക്കുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട്, ടേസ്റ്റി ആയിട്ട്, ഹെൽത്തി ആയിട്ട്, കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റഫ്ഡ് പുട്ടിൽ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.